ആ തേവരുടെ ആറാട്ടിനു മുമ്പ് കഴിയുമെങ്കിൽ ഈ മീനത്തോടുകൂടി അവന്റെ കല്യാണം നടത്തിയ ഒരു ആശ്വാസമായി തിരുമേനി. കഷ്ടിച്ചു കിട്ടുന്ന ലീവൊക്കെ ഉള്ളൂ. ആലത്തൂരിൽ നിന്നുള്ള ബന്ധം അതങ്ങ് അന്വേഷിക്കാൻ ഭദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചോ തമ്പുരാട്ടിയെ? കുട്ടി നല്ല സുന്ദരിയാണെന്നാ പറയണേ. ഇനിയിപ്പോ നാട്ടുകാരെ വിളിച്ച് കെങ്കേമായ ഒരു സദ്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാ എന്നാ തമ്പുരാട്ടി പറഞ്ഞു പറഞ്ഞല്ലേ? ആ പിന്നെ പറയാൻ മറന്നു, ശ്രീകുട്ടന്റെ പക്കപ്പിറന്നാള് ദിവസം തിരുവാതിര നക്ഷത്രത്തില് സഹസ്രനാമം ചെയ്തേക്കൂട്ടോ. ഞാൻ ചീട്ടെഴുതിയിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. തിരുമേനി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തേവരെന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട് കുട്ടിയെ. ചന്ദനത്തെന്നലായി നെറ്റിമേലിറ്റിടും. ഇതാര്? ബാലൻകുട്ടിയാ? തന്നെ ഇവിടെ കാണാറായില്ലല്ലോ. താനിത് എവിടെയാ? ഞാന് സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഒപ്പം കഥകളി ഒന്ന് വശത്താക്കാൻ നമ്മുടെ കലാമണ്ഡലം രാഘവ മാഷ്ടർ കൂടെ കൂടിയിരിക്കുക. അത് ശരി. ഈ മീശൻ താടി വെച്ചാണോ കഥകളി അഭ്യസിക്കുന്നത്? പഴം വേണ്ട. അല്ല, അതിരിക്കട്ടെ. ഇനിയിപ്പോ എന്നാ തിരിച്ചു പോവാ? ഇനിയിപ്പോ ഒരു മാസത്തെ ലീവ് കഷ്ടിയുണ്ട്. അത് കഴിഞ്ഞൊരു ഒറ്റ പോക്ക അങ്ങട്. പഴം തീരാറായി. ഞാൻ 2-3 പാക്കറ്റ് കപ്പലിന്റെ പൊതി വാങ്ങിച്ചിട്ട് വരാം. നീയേ പഴവും കപ്പലിന്റെ ഒക്കെ മേടിച്ചിട്ട് സൗകര്യത്തിന് വന്നാ മതി കേട്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ല. പൈസ എടുക്ക്, പൈസ. ഇന്നത്തെ ദിവസം 10ാമത്തെ പ്രാവശ്യം നീ 500 നോട്ടോട്ട് വരുന്നത്. ഇനി മേലിൽ ഈ 500 നോട്ട് കണ്ടുപോകും. എന്റെ ജന്മത്തിൽ 500 രൂപ മാറ്റൂല. അതെ, നിങ്ങൾ സഹോദരന്മാര് തമ്മിലുള്ള വിശേഷം പറിച്ചില്ലേ എന്റെ മുന്നിൽ വെച്ച് വേണ്ട. എനിക്ക് ആ കാക്കക്കണ്ണിന്റെ കണ്ണെടുത്ത കണ്ടൂടാ. ഇന്ന കപ്പലണ്ടി. ഇന്ന ഗായത്രി, ഇന്ന പിടിക്ക. എന്തേ ഗായത്രി? എന്റെ പൊന്ന് തമ്പുരാനെ, താനിത് എവിടെ പോയി കിടക്ക? അത് ശരി, ഇയാൾക്ക് അകമ്പടി സേവിക്കാണല്ലേ? കൊള്ളാം. അരിമ്പാറകള് വന്ന് ശാവങ്ങള്. നീ ഇവനെ കണ്ണ് കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ടു നടക്കാണോ? ബാലൻകുട്ടി, മോൻ ഒന്ന് അവളെ വീട് വരെ കൊണ്ടാക്കി. അവന്റെ ചിരി കണ്ട ഒരുമാതിരി പൂരപ്പറമ്പില് പൊട്ടന്മാരാ വിട്ട് കണ്ട പോലെ. തമ്പുരാൻ ഇരിക്കുക. തമ്പുരാനെ വിട്ടോ. ഗായത്രി, പതുക്കെ പോ. ഗായത്രിയെ തന്നെ ഇവിടം വരെ കൊണ്ടുവിടാൻ തമ്പുരാൻ കൽപ്പിച്ചു. അടിയനങ്ങ് പാലിച്ചു. പിന്നെ ഞാൻ മേടിച്ചെന്ന കപ്പലിന് ഗായത്രിക്ക് വേണ്ടെങ്കിൽ ഇവിടുത്തെ കോഴികൾ തിന്നട്ടെ. നാളെ വെറ്റുകൾ മുട്ടയിടുമ്പോ ഗായത്രിക്ക് പുഴുങ്ങി തിന്നാലോ. അതെ, നല്ല മഴ വരണുണ്ട്. ഞാനങ്ങോട്ട് പോട്ടേട്ടാ. അച്യുതം കേശവം രാമനാരായണം. അതെ, ഈ ഭദ്രം വെറുതെ പറയുകയല്ല, ഭൂമിയുടെ നിലവാരം നോക്കി വില പറയണം. ഇപ്പോ ശവപ്പറമ്പിന് പോലും ലക്ഷങ്ങള്. ആ സ്ഥിതിക്ക് നമ്മൾ കണ്ട ഭൂമി അത്ര മോശമൊന്നുമല്ല. ഇതാ നമ്മൾ തമ്മിലുള്ള പ്രശ്നം. മണ്ണ് പണത്ത് നോക്കി വില പറയാൻ പെരുന്തച്ഛന് തായ് വഴി പിറന്നവരാരും ആലത്തൂരിലില്ല. പിന്നെ നാട്ടുകടപ്പനുസരിച്ചുള്ള വില അതെന്തായാലും കൊടുത്തേക്കാം. ഇത് നമ്മുടെ കല്യാണിയല്ലേ? ശിവ എന്താ ഒരു മാറ്റം.
തീരെ ചുക്ക് ചുളിഞ്ഞല്ലോ കല്യാണിയെ. എന്റെ ആലത്തൂര് കാർന്നോരെ, പല്ല് കൊഴിഞ്ഞ് സ്വർണം കെട്ടിയാലും എടുത്തു പൊക്കാൻ ആശാരിയുടെ വടി തന്നെ വേണം. ഭദ്ര, അതവള് നമുക്കിട്ടൊരു പഴയ താങ്ങ് താങ്ങിതാ. ആലത്തൂരിലെ അടുക്കളക്കാരിയല്ലായിരുന്നു അവള്. ആ ഇരിക്ക. ആലത്തൂരിന്ന് എല്ലാവരും ഇനി വരുമെന്ന് കരുതിയില്ല. അങ്ങനെ വെച്ചാ സദ്യവട്ടങ്ങളൊക്കെ ആവായിരുന്നു. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. കാവും ഭാഗത്തെ സ്ഥലവും കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ. അപ്പോ വിവാഹക്കാര്യം സംസാരിക്കാലോ. അതേതായാലും നന്നായി. ഭദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം മുറ പോലെ നടക്കട്ടെ. ഞങ്ങളെല്ലാരും വന്ന് പെൺകുട്ടീനെ ഒന്ന് കാണാം. പെൺകുട്ടിയെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ സുഭദ്രാമ ചെറുപ്പത്തി എങ്ങനെയിരുന്നോ അതേ ചന്തിയും ചന്തോ ഉള്ള പെണ്ണ ഉണ്ണിമായ. മോഹിപ്പിക്കണ ഒരു വശ്യത ഉണ്ടാവണം പെണ്ണുങ്ങൾക്കേ, അല്ലേ ഭദ്ര? ആലത്തൂരെ ആണുങ്ങള് പെണ്ണുങ്ങളെ മോഹിക്കാറുണ്ടെന്ന് ഞാൻ നന്നേ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. ആലത്തൂരെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണോ? ഞാൻ ശ്രീകുട്ടനെ വിളിക്കാം. ആ അവൻ ഉറങ്ങാണ്. ആ കല്യാണി. വേണ്ട സുഭദ്രേ, ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് സമ. ഞങ്ങൾ അങ്ങോട്ട് ചെയ്ത് കണ്ടോളാം. കാണേണ്ട കാര്യമൊന്നുമില്ല, ചെറുക്കം മിടുക്കനാ. അത് ശരിയാ. എന്റെ ചേച്ചി, ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്തുകൊണ്ടും ഇതൊരു നല്ല ബന്ധം തന്നെയാ. എന്താ സ്വത്തുവകകള്. പെണ്ണിനെ കാണാനും തരക്കേടില്ല. ഇനി കഷ്ടിച്ച് ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് ഈ കല്യാണം നമുക്ക് നടത്തണം. ഇപ്പൊ കച്ചവടം പറഞ്ഞു വെച്ചേക്കുന്ന കാവുംഭാഗത്തെ 2.5 ഏക്കർ പറമ്പും ഈ പെണ്ണിന്റെ പേർക്കാ വാങ്ങുന്നത്. ഗായത്രി വല്ലാണ്ട് വേദനിച്ചുട്ടോ. ബാലകുട്ടി പോവാ. നീ എന്താ മോളെ കാണിച്ചേ? അവനൊരു വകതിരിവില്ലാത്ത കൊച്ചനാ. വകതിരിവ്? ആ രൂപം കാണുമ്പോഴേ എനിക്ക് കലി കയറും. ഇനി എങ്ങാനും വെളച്ചിലെടുക്കാൻ എന്റെ അടുത്ത് വന്ന ആ കരണക്കുറ്റിക്ക് നോക്കി ഞാൻ ഒന്ന് പൊട്ടിക്കും. പറഞ്ഞേക്കാം,